നമുക്ക് 4 മണി കാപ്പിക്ക് അട ഉണ്ടാക്കി ചായ കുടിക്കാം. അതിന് ഗോതമ്പ് കൊണ്ട് പഴവും ചേർത്ത് ഇലയട. അതിന് നമുക്ക് ഇല തുടച്ച് വാട്ടി ശർക്കരയും പഴവും തേങ്ങയും ഒക്കെ കൂടെ വേവിച്ച് ഗോതമ്പ് പരത്തിയിട്ട് അതിൻ്റെ അകത്ത് ഇത് വെച്ച് അടയുണ്ടാക്കാം. നമുക്ക് ഇല തുടച്ച് വെച്ചിട്ട് ശർക്കര ചെയ്യുക. ഇനി നമുക്ക് ശർക്കര ചുരണ്ടിയിട്ട് പഴം അരിഞ്ഞ് അതിനെ വേവിച്ചിട്ട് വേണം ഗോതമ്പ് ഗോതമ്പ് പൊടി വരത്തിയിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ഇലയട ആക്കാൻ. ഇല പുഴുങ്ങാൻ നമുക്ക് പഴം കൂടെ അരിഞ്ഞ് കഴിക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിനെ വേവിച്ച് ശർക്കരയും തേങ്ങയും ഒക്കെ കൂട്ടി പാവാക്കി കാച്ചിയെടുക്കാം. നമുക്ക് പാവ് കാച്ചിയെടുക്കാൻ സ്റ്റവ് കത്തിക്കും. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പഴം കൂടെ ഇട്ട് അതിനെ പരത്തിയെടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നെയ്യുടെയാ. നമുക്കിത് വരട്ടിയെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ശർക്കരയും കൂടി ഇടുമ്പോൾ വേറൊരു സ്മെല്ലാ വരുന്നത്. എന്താണ് വേറൊരു സ്മെല്ല് വരും? ശർക്കരയുടെ സ്മെല്ല്. തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം പായസം പോലെ ഉണ്ട് കാണാൻ. പഴം പായസം അല്ലേ? പഴം തേങ്ങ പായസം. നമ്മൾ ജീരകം പൊടിച്ച് ഏലക്കായും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുവാണേ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് ഇത് വാങ്ങാം. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് മാവ് കുഴച്ച് പരത്താം. ഇല വാട്ടി അട വരത്താനായിട്ടേ. ഇല പൊട്ടി പോകാതിരിക്കാനാണല്ലോ. നമ്മള് പൊതിയല്ലേ, മടക്കിയല്ലേ, പച്ച ഇലയാകുമ്പോ അത് പൊട്ടി കീറിപ്പോവും. അത് വാട്ടുവാണെങ്കിൽ പൊട്ടിപ്പോവാതിരിക്കും. അതിനാണ് വാട്ടുന്നത്. എന്റെ അമ്മ ഉണ്ടാക്കണ മാവ് വൈറ്റ് അല്ലല്ലോ, ബ്രൗൺ. മുത്തശ്ശി ഉണ്ടാക്കണ എന്താ വൈറ്റ്? അത് ചക്കപ്പഴം കൂടെ ചേർത്ത് മാവായ കൊണ്ടാണ്. ഇത് വെറുതെ ഗോതമ്പ് മാത്രം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാ. അപ്പൊ ഈ വെള്ളം നമ്മുടെ കയ്യില് മാവ് പറ്റാതിരിക്കാൻ. പരത്തണം. അതിനാണ് വെള്ളം തൊട്ടിട്ട് പരത്താലും കയ്യിലൊട്ടുകൊണ്ട്. കയ്യിലൊട്ടൊക്കെ പൊട്ടിപ്പോവും. മാവ് മുഴുവൻ കയ്യെ പറ്റും. ഇങ്ങനെ വരത്തിയെടുത്ത ശർക്കരയൊക്കെ പഴവും തേങ്ങയൊക്കെ ഈ കുഴച്ച മാവിനകത്തിടുവോ? ഇനി കുഴച്ച മാവിനകത്തിട്ടിട്ട് പൊതിഞ്ഞ് ആവിക്ക് വെക്കാം. എന്നിട്ട് വേണം ബാക്കിയും കൂടെ ആക്കി. മുത്തശ്ശി, എന്റെ അമ്മ സാധാരണ ഇങ്ങനത്തെ പാത്രത്തിലല്ലോ വെക്കണേ. മുത്തശ്ശി ഉണ്ട് ഇങ്ങനത്തെ പാത്രത്തിൽ. ഇതിന്റെ അകത്ത് വെച്ചാല് വേവന്നാവും. 2 വിസില് 3 വിസിലടിച്ചാൽ മതി ആകെ. അപ്പം വേഗം വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് വെക്കുന്നത് നമ്മള്. അതുപോലെ 1 വിസില് ആദ്യം അടിച്ചു കഴിയുമ്പം സിമ്മിലാക്കിയിട്ട് വേണം 2 വിസിലും കൂടി അടുപ്പിക്കാൻ. എന്നാലേ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. നമുക്ക് ഇത് വെക്കാം, ഗ്യാസേ വെക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഹെൽത്തി ആണോ? ഇത് ഹെൽത്തിയാണ്, എപ്പം വേണേലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പൊ ഹെൽത്തി ആണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.